ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. എനിക്ക് നല്ല ക്വാളിറ്റി എന്ന് തോന്നിയ ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ കാണുന്ന ഈ ഒരു ഹാൻഡ് ബീറ്ററാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുട്ടയും തൈരൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കറങ്ങുന്ന കാരണം വേഗം തന്നെ ബീറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. നെക്സ്റ്റ് വരുന്നത് ഈ കാണുന്ന ഈ ഒരു റൊട്ടേറ്റിംഗ് ഓർഗനൈസിങ് ട്രേ ആണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ബോട്ടിൽസൊക്കെ വച്ചിട്ട് നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സാധനം വേഗം തന്നെ എടുക്കാം. ഇതും നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഞാനൊരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നമുക്ക് വെയിറ്റുള്ള സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം, വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഓയില് അങ്ങനെ പലതും നമുക്ക് ഗ്ലാസ്സൊക്കെ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. പ്ലാസ്റ്റിക് തൊടുമ്പോൾ വലിയ കട്ടിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സംഭവം. നെക്സ്റ്റ് പറഞ്ഞത് നമുക്ക് സിങ്കിലൊക്കെ സോപ്പും സ്ക്രബ്ബറും ഒക്കെ ഇട്ട് വയ്ക്കാൻ കണക്കാക്കിയിട്ടുള്ള ഒരു ട്രേ ആണ്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലൊരു ബുഷ് വന്നിട്ടുള്ളത് കൊണ്ട് സിങ്കുമായിട്ട് നല്ല ചേർന്നിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അത് അനങ്ങില്ല. നല്ല ക്വാളിറ്റിയാണ്, നല്ല കട്ടിയിൽ വരുന്ന നല്ല പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോയില്ല. ഞാൻ കുറച്ചധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 2 വർഷത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കളർ ചേഞ്ചോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഡിഷ് വാഷർ. അടുത്ത് വരുന്നത് കോംബോ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള നമ്മളെ സ്മാഷറും ആണ്. ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം ഈ ഒരു സ്മാഷർ വന്നിട്ട് നല്ല ക്വാളിറ്റി, നല്ല സ്റ്റീലാണ്, നല്ല കട്ടിയാണ്. നമുക്ക് എത്ര നല്ല ഹാർഡായിട്ടുള്ള സാധനവും നമുക്ക് സ്മാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്മാഷർ തന്നെയാണ്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സംഭവം, അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഇത് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റീലൊക്കെ വന്നിട്ട് നല്ല കട്ടിയുണ്ട്, പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകുന്ന ടൈപ്പല്ല. നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ തന്നെ ഇതും കിട്ടിയിട്ടുള്ളത്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. എല്ലാവരുടെ കിച്ചണിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം തന്നെ എന്ന് പറയാം. നല്ല ക്വാളിറ്റിയിൽ വരുന്ന, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന ഈ ഒരു നമുക്ക് കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല കട്ടിയുണ്ട്, നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഒരിടത്ത് വച്ചിട്ട് കത്തിയുടെയൊക്കെ മൂർച്ച കൂടാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ ബാക്കിൽ ബുഷൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരയ്ക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോവാൻ ചാൻസ് ഇല്ല. നല്ല വെയിറ്റിൽ വരുന്ന ഒരു സംഭവമാണ്. നല്ല മൂർച്ചയൊക്കെ പെട്ടെന്ന് തന്നെ കൂടും. നമുക്ക് അത്യാവശ്യം മൂർച്ച പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിലുപോലെ 3 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും മൂർച്ച കൂട്ടാറുണ്ട്, ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവേ, ചെക്ക് ചെയ്യണവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റുകളിൽ നിന്നും എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഒരുപാട് വർഷം ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ് മാത്രമാണ് കാണിക്കുന്നത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രോഡക്റ്റാണ്. കാരണം നല്ല ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ വരുന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇപ്പം ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റും ഉണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല, നല്ലത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വോൾ ഹുക്കാണ്. ഇത് വന്നിട്ട് 20 പീസാണ്. 2 ടൈപ്പാണ്, കോംബോ പാക്കായിട്ടാണ് വാങ്ങിച്ചത്.
നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി. ഈ സ്ക്രൂ ഹുക്കും വോൾ ഹുക്കുമായിട്ട് നല്ല സെറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഈ സ്ക്രൂ ഹുക്കൊക്കെ നമുക്ക് ഇപ്പം ക്ലോക്ക് ഫോട്ടോസൊക്കെ നമുക്ക് ഫ്രെയിം ഫോട്ടോസൊക്കെ തൂക്കിയിടാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിൽ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുള്ളും തീർന്നു. ബാക്കി ഇത്രയും വോൾ ഹുക്ക് മാത്രമേ ഉള്ളൂ, ഈ 3 ബാക്കിയെല്ലാം നല്ലതായിട്ട് യൂസ് ചെയ്തു. കാരണം ഞാൻ ആണി അടിക്കാതെ ഫുള്ള് ഇതൊക്കെ തന്നെ യൂസ് ചെയ്ത്. അപ്പോൾ ഫോട്ടോസൊക്കെ നന്നായിട്ട് നമുക്ക് കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം, ഫോട്ടോയൊക്കെ ഹാങ് ചെയ്യാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ നല്ല ഹുക്കാണ്. ഇതും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഈ വോൾ ഹുക്കും ഈ സ്ക്രൂ ഹുക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇതുപോലെ കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടവലാണ്. വലിയ നീളമൊന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം യൂസിനൊക്കെ ഉപയോഗപ്പെട്ടതാണ്. ഇതിൽ 10 പീസാണ് വരുന്നത്. ഒരു കളർ വന്നിട്ട് 2 പീസ് വീതമാണ്. അങ്ങനെ 10 പീസാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അങ്ങനെ സോഫ്റ്റ് ഒന്നുമല്ല, കുറച്ച് റഫായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് കിച്ചണിൽ ഇതുപോലെ ചൂടുപാത്രം പിടിക്കാനും തുടയ്ക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. വലിയ നീളമൊന്നും വന്നില്ലെങ്കിലും നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ കണക്കാക്കിയിട്ടുള്ള പെട്ടെന്നൊന്നും ചൂടടിക്കില്ല. ഇതുകൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ചൂടൊന്നും അടിക്കാത്ത രീതിയിൽ നമുക്ക് പാത്രമൊക്കെ പിടിക്കാൻ പറ്റിയ ടൈപ്പാണ് ഈ ഒരു മെറ്റീരിയൽ. ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഈ കാണിക്കുന്നത് അത്രയും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് കിച്ചണിൽ പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന പ്രോഡക്റ്റാണ്. ഇത് നല്ല ക്വാളിറ്റിയിൽ ഞാനൊരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കളർ ഫെയ്ഡാവുകയോ പൊട്ടുകയോ പ്ലാസ്റ്റിക് പൊട്ടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ഇത് മീഷോ പർച്ചേസാണ്. അപ്പം ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.